നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിലായി നിലകൊള്ളുകയാണ്. ഒരാൾ ഇടത്തോട്ടും മറ്റൊരാൾ വലത്തോട്ടും പാർട്ടിയെ വലിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തമാശയായി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നത് സണ്ണി ജോസഫിന്റെ മൗനാനുവാദത്തോടും പിന്തുണയോടും കൂടിയായിരുന്നുവെന്നാണ് VD സതീശൻ വിശ്വസിക്കുന്നത്. നിയമസഭാ സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നത് സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു. ഒരു കാരണവശാലും രാഹുലിനെ സഭയിൽ വരാൻ സമ്മതിക്കില്ല എന്ന ദൃഢനിശ്ചയമായിരുന്നു, ഉറച്ച നിലപാടായിരുന്നു VD സതീശന്. അതിനെ മറികടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞത് സണ്ണി ജോസഫിന്റെ പിന്തുണയോടുകൂടിയായിരുന്നു. സണ്ണി ജോസഫിനോടും മറ്റ് സീനിയർ കോൺഗ്രസ് നേതാക്കളോടും സംസാരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയത്. ഇത് സതീശന് പൊറുക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തന്നെ മനഃപൂർവ്വം ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി ഇവർ ഒപ്പിച്ച വേലയാണ് ഇതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ആദ്യകാലത്ത് KPCC അധ്യക്ഷനായ സമയത്ത് സണ്ണി ജോസഫും VD സതീശനും അടയും ചക്കരയുമായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും അടുക്കാനാവാത്ത വിധം അകന്നു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശക്തി കേന്ദ്രമായി വർത്തിക്കുന്നവരിൽ പ്രധാനി സണ്ണി ജോസഫ് ആണെന്നുള്ള സംശയമാണ് ഇപ്പോൾ VD സതീശനുള്ളത്. രാഹുലിന്റെ കാര്യത്തിൽ സതീശന് പല കാര്യത്തിലും അടിതെറ്റിയിരുന്നു. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് സണ്ണി ജോസഫിന്റെ പിന്തുണയായിരുന്നു. സണ്ണി ജോസഫ് രാഹുലിന് നൽകിയ, ഷാഫി പറമ്പലിനൊക്കെ നൽകിയ പിന്തുണയായിരുന്നു എന്നാണ് ഇപ്പോൾ സതീശൻ വിഭാഗവും സതീശനും വിശ്വസിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ, ഈ ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ VD സതീശനൊപ്പം നിലകൊള്ളുകയായിരുന്നു സണ്ണി ജോസഫ്. എന്നാൽ പെട്ടെന്നാണ് അദ്ദേഹം മലക്കം പറഞ്ഞതത്രേ. പാർട്ടിയിലെ യുവ നേതാക്കളും സൈബർ അണികളും എല്ലാവരും രാഹുലിന്റെ ഒപ്പം നിലകൊള്ളുന്നു മനസ്സിലായപ്പോൾ സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ മലക്കം പറഞ്ഞു എന്നാണ് VD സതീശൻ പറയുന്നത്. അങ്ങനെയാണ് തൻ്റെ വാക്കുകളെ അവഗണിച്ച്, തനിക്ക് യാതൊരു വിലയും നൽകാതെ തൻ്റെ എതിർപ്പിനെയും അവഗണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയുടെ പ്രഥമ ദിവസം സഭയിൽ എത്തിയത്. ഇതോടെ VD സതീശന്റെ പിടിവിട്ടുപോയി. കാരണം താൻ പറഞ്ഞാൽ കേൾക്കും എന്നുള്ള വിശ്വാസമായിരുന്നു സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാവുമ്പോൾ. കാരണം സുധാകരന്റെ അത്രയും വലിയ കരിസ്മയൊന്നും ഇല്ലാത്ത നേതാവാണ് സണ്ണി ജോസഫ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പ്രാദേശിക നേതാവാണ്. അപ്പോൾ സണ്ണി പ്രസിഡന്റ് ആയാൽ തൻ്റെ കയ്യിൽ ഒതുങ്ങുമെന്നുള്ള വിശ്വാസം സതീശന് നന്നായി ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ആ വിശ്വാസം അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉയർന്നു വരികയും അത് വലിയ തോതിൽ ചർച്ചയാവുകയും രാഹുലിന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പിന്തുണ ലഭിക്കുകയും ചെയ്തപ്പോഴാണ് സണ്ണി ജോസഫ് കളം മാറ്റി ചവിട്ടിയതെന്ന് സതീശൻ പറയുന്നു. അത് അദ്ദേഹത്തെ രോഷം കൊള്ളിച്ചു. അതോടുകൂടിയാണ് KPCC അധ്യക്ഷനുള്ള ഒരു പിന്തുണ, മാനസിക പിന്തുണ VD സതീശൻ പിൻവലിച്ചത്. ഇപ്പോൾ സതീശൻ അനുയായികൾ TV ചാനലുകളിലും ഓൺലൈനുകളിലെല്ലാം സണ്ണി ജോസഫിനെ ഭർസിക്കുകയാണ്, അപകീർത്തിപ്പെടുത്തുകയാണ്. ഇങ്ങനൊരു പ്രസിഡന്റ് എന്തിനു കൊള്ളാം, ഇയാളുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണോ എന്നൊക്കെയാണ് സതീശൻ അനുകൂലം അല്ലെങ്കിൽ VD സതീശനെ പിന്തുണയ്ക്കുന്നവർ KPCC അധ്യക്ഷനെ വിശേഷിപ്പിക്കുന്നത്, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്. ഇത് കോൺഗ്രസിൽ വലിയൊരു പ്രശ്നത്തിന് വഴിതെളിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് വരും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാണ്, KPCC അധ്യക്ഷനും നിയമസഭാ കക്ഷി നേതാവും ഒരുമിച്ച് നിന്നാണ് കോൺഗ്രസിനെ നയിക്കേണ്ടത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ. അപ്പോൾ ഇവർ രണ്ടറ്റത്ത് നിന്ന് പാർട്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ, രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് പടപൊരുത്തിയാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകുമെന്നാണ് നേതാക്കൾ പലരും ചോദിക്കുന്നത്. ഏതായാലും സതീശനും സണ്ണിയും ഇനിയും ചേരാനാകാത്ത വിധം അകന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കോൺഗ്രസിന് ഇനിയും മറ്റൊരു തലവേദന കൂടിയായി, മറ്റൊരു പ്രതിസന്ധി കൂടിയായി.